വളരെയേറെ ദിവസത്തിന് മുന്നേ തന്നെ ആര്യയുടെ മകൾ റോയ ഒരു ചേച്ചിയായ വിവരം ആര്യ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആര്യയുടെ ആദ്യ ഭർത്താവിൻ്റെ കുടുംബത്തിൽ ജനിച്ച കുട്ടിയായതുകൊണ്ട് തന്നെ ആര്യ ഈ വിശേഷങ്ങളൊന്നും ഖുഷിയെ അറിയിക്കില്ല എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ആര്യ ആ ഒരു തരത്തിൽ നോക്കിയാൽ അങ്ങനൊരു അമ്മയല്ല എന്നും അവൾക്ക് അവളുടെ അച്ഛൻ്റെ വീട്ടുകാരും വേണമെന്നുള്ള ചിന്ത തനിക്കുണ്ട് എന്നും ആര്യ പലപ്പോഴും പറയാറുണ്ട്. അതുതന്നെയാണ് ആര്യ ഇവിടെ കാണിക്കുന്നതെന്നും പറയാം. തൻ്റെ മകൾ തനിക്ക് വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ അച്ഛൻ്റെ ജീവിതവും അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടുകാരുമായി അറിയാതിരിക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു താല്പര്യമില്ല. അവളിതെല്ലാം അറിഞ്ഞു തന്നെ കഴിയണം. അവളുടെ അച്ഛനും അമ്മയും ഇനി ഒരുമിച്ച് പോകില്ല എന്നും അവൾ അറിയണം. അതുകൊണ്ട് തന്നെ എല്ലാം അറിയിച്ചു തന്നെയാണ് റോയെ വളർത്തിയത്. ആര്യയോടൊപ്പം തന്നെയാണ് റോയ നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആര്യയുടെ ആദ്യ ഭർത്താവ് രോഹിത്തിൻ്റെ വീട്ടിലെ വിശേഷത്തിന് ആര്യയുടെ മകൾ പോയിരിക്കുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആര്യ തന്നെയാണ് റോയെ അങ്ങോട്ട് പറഞ്ഞയച്ചതും. കുഞ്ഞിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും സന്തോഷത്തിൽ തുളുമ്പുന്ന റോയയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് പോസ്റ്റാക്കി ആര്യ തന്നെ പങ്കുവെക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം അവൾ അവളുടെ കുഞ്ഞനുജത്തിയെ കണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് സന്തോഷം തന്നെയാണ്. അവൾ അവളുടെ അനുജത്തിയെ കണ്ടതിൻ്റെ സന്തോഷം പ്രേക്ഷകരെ എല്ലാവരെയും ഇപ്പോൾ ആര്യ അറിയിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിക്കുകയാണ്. അവരുടെ ശരിക്കുമുള്ള ബേബി ബ്രദറിനെ ലക്ഷ്യ എന്ന് പേരിട്ടിരിക്കുന്ന റോയയുടെ അനുജനെ കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആര്യ എന്ന അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അച്ഛനുമായി അടുക്കരുത്, അച്ഛനുമായി മാറി നിൽക്കണമെന്ന് പറയുന്ന അമ്മമാരിൽ നിന്ന് വ്യത്യസ്തയാണ് ആര്യ എന്ന് പ്രേക്ഷകർ ഇത് കണ്ട് പറയുന്നു. ക്രിസ്തുമസിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും ഇത് തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ തന്നെയെല്ലാം ക്രിസ്തുമസിനെ കുറിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്തതായി ഒന്നുമില്ല എന്ന് ആര്യ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. 2024 പൂർണ്ണമായും ഉപേക്ഷിക്കുകയും 2025 മൂവ് ഓൺ ചെയ്യുകയും ചെയ്യുന്ന കാര്യം എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ സിംഗിൾ മദർ ജീവിതം എന്നായിരുന്നു ആര്യ നൽകിയ മറുപടി. താരത്തിൻ്റെ മറുപടി ആരാധകരിൽ ആകാംക്ഷ ജനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. 2025 എന്താണ് നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ സിംഗിൾ മദർ എന്നായിരുന്നു വീണ്ടും ആര്യ പറഞ്ഞത്. അതായത് 2024 വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആളുമായി പിന്നീട് വേർപിരിയുകയായിരുന്നു ഉണ്ടായതെന്നാണ് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. ഇതോടെ തന്നെ പ്രേക്ഷകർ വീണ്ടും ആര്യയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിലുണ്ടായിരുന്നപ്പോൾ ആര്യയ്ക്കൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. ആ സ്നേഹബന്ധം പുറത്തിറങ്ങിയപ്പോൾ തന്നെ തകരുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അത് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആര്യ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്തിരുന്നു. സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയാണ് ആര്യയ്ക്കൊരു സമാധാനം ഉണ്ടാക്കിയത്. എന്നാൽ അതിനുശേഷവും പ്രേക്ഷകരെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു മാറ്റവും. ഞാൻ സിംഗിൾ മദറായി ഇനി തുടരില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് കൂടി ആര്യ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇത് സിംഗിൾ മദറായിട്ടുള്ള എൻ്റെ അവസാനത്തെ വിദേശ ട്രിപ്പാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു താരത്തിൻ്റെ ഒരു പോസ്റ്റ് തന്നെ. എന്നാൽ 2025 താൻ സിംഗിൾ മദറായിട്ട് തന്നെ തുടങ്ങുമെന്നും റിലേഷൻഷിപ്പിനോട് തനിക്ക് താല്പര്യമില്ല എന്നുമാണ് ആര്യ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അപ്പോൾ പങ്കുവച്ച വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ വീണ്ടും ബ്രേക്കപ്പായി എന്ന് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുകയാണ്. അത് ആര്യയോടൊപ്പം ചോദിക്കുന്നുമുണ്ടെങ്കിലും ആര്യ അതിന് മറുപടി നൽകുന്നില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.